ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ഓരോ നൂലിഴകളും നെയ്തെടുത്ത ആത്മവിശ്വാസത്തിന്റെ സൗന്ദര്യം. ഈ ബന്ധം ഒരു വികാരമാണ്. നിങ്ങൾക്കായി മാത്രം നെയ്തെടുത്ത പട്ടിന്റെ കഥ. ബ്യൂട്ടി സിൽക്സ്. ജീവിതത്തിൽ ആദ്യമായി സ്റ്റേജിൽ കയറിയ വീട്ടമ്മമാരുടെ തിരുവാതിരക്കളി കാണികൾക്ക് വിസ്മയമായി. 50 വയസ്സോളം പിന്നിട്ട 10ഓളം വീട്ടമ്മമാരാണ് തങ്ങളുടെ കലാവാസനയിലൂടെ സദസ്സിന്റെ നിറഞ്ഞ കയ്യടി ഏറ്റുവാങ്ങിയത്. ചെറുതുരുത്തി പൈങ്കുളം മാരിയമ്മൻ പൂജ മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന കലാസന്ധ്യയിലാണ് ആലിൻകുന്ന് മരുതക്കാട്ടിലെ വീട്ടമ്മമാർ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചത്. ശൈവധാര എന്ന ടീമിന്റെ പേരിൽ അരങ്ങിലെത്തിയ ഇവർ അവതരിപ്പിച്ച തിരുവാതിരക്കളിയും കൈക്കൊട്ടിക്കളിയും വേറിട്ട അനുഭവമായി. മോഹമുടൻ പൊടുപാടിടു മീണം വേണികളാടിടു മീരടി താളം. മോഹമുടൻ പൊടുപാടിടു മീണം വേണികളാടിടു മീരടി താളം. ദേവി സവിധം നിറയുകയായി, ദേവി സവിധം നിറയുകയായി പ്രണയ സ്വരൂപൻ ദേവൻ. മോഹമുടൻ പൊടുപാടിടു മീണം വേണികളാടിടു മീരടി താളം. ദേവി സവിധം നിറയുകയായി പ്രണയ സ്വരൂപൻ ദേവൻ. ശിവനം നിറയും പ്രണവം ചിന്മയരൂപം തൊഴുതു വണങ്ങി തിരുവാതിരരാവിതിൽ. ചന്തമുടി വിധമാടകൾ ചാർത്തി ചന്ദനകളവം വെയിൽ തൂകി. ചന്തമുടി വിധമാടകൾ ചാർത്തി ചന്ദനകളവം വെയിൽ തൂകി. സുന്ദരി മാരണി ചേരുകയായി, സുന്ദരി മാരണി ചേരുകയായി ഈ തിരുവാതിരരാവിൽ. ചന്തമുടി വിധമാടകൾ ചാർത്തി ചന്ദനകളവം വെയിൽ തൂകി. സുന്ദരി മാരണി ചേരുകയായി ഈ തിരുവാതിരരാവിൽ. ശിവദം. സംഘത്തിലെ 13 വയസ്സുകാരി അഭിനയ ഒഴികെ ബാക്കി 10 പേരും 50 വയസ്സ് പിന്നിട്ടവരാണ്. റെയിൽവേ ഉദ്യോഗസ്ഥയായ തുളസിയുടെ ആശയത്തിൽ നിന്നുമാണ് ഇത്തരമൊരു സംരംഭം പിറവിയെടുത്തത്. നൃത്തത്തിന്റെ ആദ്യ പാഠങ്ങൾ പോലും അറിയാതിരുന്ന ഇവർ യൂട്യൂബ് നോക്കിയാണ് വാശിയോടെ ചുവടുകൾ പഠിച്ചെടുത്തത്. രാവും പകലും നീണ്ട കഠിനാധ്വാനം വേദിയിൽ നിറഞ്ഞാടിയപ്പോൾ നാട്ടുകാർ ഒന്നടങ്കം ഇവർക്ക് പ്രോത്സാഹനമേകി. അംബിക, സരസ്വതി, വർഷ, ജലജ എന്നിവരടങ്ങുന്ന ടീം അംഗങ്ങൾ പുതിയ അവസരങ്ങൾ തേടി കലാരംഗത്ത് സജീവമാകാനുള്ള ഒരുക്കത്തിലാണ്. ന്യൂസ് ഡെസ്ക് CCV.